ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ദ മാജിക്കൽ ഐലൻഡ്. യെസ് ഗൈസ്, ഞാൻ ഇന്നുള്ളത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിൽ. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ കിട്ടിയ യാത്രയായതുകൊണ്ടായിരിക്കാം കാണുന്ന കാഴ്ചകൾക്കൊക്കെ 100 ഇരട്ടി ഭംഗിയായിട്ടാണ് തോന്നുന്നത്. ആദ്യത്തെ ദിവസം ലഗൂൺ ബീച്ചും അന്താം ബീച്ചും അതുപോലെ തന്നെ അഗത്തിയിലെ തന്നെ മറ്റു പല കാഴ്ചകളുമാണ് നമ്മൾ കണ്ടത്. കടലിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ലക്ഷദ്വീപ് കണ്ടപ്പോഴാണ് കേട്ടോ. ലാക്ക് റീഫ് എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയുടെ പാക്കേജ് എടുത്താണ് നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട്. ലോങ് വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. ജീവിതത്തിൽ ഇത്രയും മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഒരു കടൽ തീരത്ത് ഇരുന്ന് വർത്തമാനം പറയുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് ആ ഒരു മൊമെൻറ്റ് ആസ്വദിച്ചു. അങ്ങനെ അടിപൊളി ഒരു സൺസെറ്റും കണ്ട് അന്നത്തെ ദിവസം അവസാനിച്ചു. തൊട്ടടുത്ത ദിവസം നമ്മൾ തിണ്ണക്കര ഐലൻഡും ബംഗാരം ഐലൻഡും വിസിറ്റ് ചെയ്യാനാണ് പോയത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്നോർക്കലിങ്ങും ചെയ്യാനുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ബോട്ടിലിരുന്ന് ഇതുപോലെ ഉൾക്കടലിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതും. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ബംഗാരം ഐലൻഡിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്നായിരുന്നു നമുക്ക് സ്നോർക്കലിങ്ങിനുള്ള ട്രെയിനിങ് ഒക്കെ ഇവർ തന്നത്. അവിടുന്ന് നേരെ തിണ്ണക്കര പോയിട്ടാണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലും ലക്ഷദ്വീപിൽ വരുവാണെങ്കിൽ ഇവിടുന്ന് മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ സ്നോർക്കലിംഗ്. തീർച്ചയായിട്ടും സ്കൂബയും മറ്റൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ലക്ഷദ്വീപിലെ സ്നോർക്കലിംഗ് അത് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല. അത്രയധികം കോറൽസും അതുപോലെ മീനുകളെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വെള്ളവും പേടിയുള്ള അതുപോലെ തന്നെ നീന്താനും അറിയാത്ത ഞാനാണ് ഈ ചാടിത്തുള്ളി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് കേട്ടോ. കാരണം ഒരിക്കൽ നമ്മൾ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു പേടി മാത്രമാണ്. പക്ഷേ വൺസ് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ച് കയറാൻ തോന്നില്ല കടലിൽ നിന്ന്. കാരണം അത്രയ്ക്കാണ് കടലിൻ്റെ അടിയിലുള്ള ലോകത്തിൻ്റെ ഭംഗി. അങ്ങനെ സ്നോർക്കലിങ്ങും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സാൻഡ് ബാഗ് കാണാനാണ്. അത് മറ്റൊരു അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കടലിനോടുള്ള പേടി ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത ദിവസമുള്ള സ്കൂബയ്ക്കുള്ള എക്സൈറ്റ്മെൻറ്റ് വളരെയധികം ഇപ്പോൾ കൂടുതലാണ്.